ഭാഗ്യമല്ല. ഇത് 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മഹാശക്തിയാണ്. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറാൻ പോകുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ ഇത് 100% സത്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യാദൃശ്ചികമല്ല. ഇത് ദിവ്യത്തിന്റെ വിളിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംശയമുണ്ട്, എന്തോ ഒരു പ്രതീക്ഷയുണ്ട്, എന്തോ ഒരു വേദനയുണ്ട്. പക്ഷേ ഇന്ന് മുതൽ എല്ലാം മാറും. ദേവന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നീങ്ങുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ തുടങ്ങി. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഗുരു ഭഗവാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ രാശിക്ക് ഇത് അത്ഭുതകരമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ശനി ഭഗവാനും വളരെ അനുകൂലമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുകേതുക്കളുടെ സ്വാധീനം നിങ്ങൾക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയി മാറുന്നു. പണ്ട് നിങ്ങളെ തടഞ്ഞ അതേ ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ദശാകാലം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ഗ്രഹസഞ്ചാരം അത്ഭുതകരമാണ്. ഇത്രയും നല്ല യോഗം വർഷങ്ങളായി നിങ്ങൾക്കുണ്ടായിരുന്നില്ല. തുലാം രാശിക്കാരെ, നിങ്ങൾ വളരെ സുന്ദരമായ മനസ്സുള്ളവരാണ്. നിങ്ങൾക്ക് സന്തുലിതത്വം വളരെ പ്രധാനമാണ്. നീതി നിങ്ങൾക്ക് പ്രധാനമാണ്. എന്നാൽ ഇന്നേവരെ നിങ്ങളുടെ ഭാഗ്യം പൂട്ടിയ നിലയിലായിരുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം നൽകിയില്ല. നിങ്ങളുടെ പ്രയത്നങ്ങൾ വിലമതിക്കപ്പെട്ടില്ല. പക്ഷേ ആ കാലമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ രഹസ്യഭാഗ്യം അൺലോക്ക് ആകുന്നു. അതെ, അൺലോക്ക് ആകുന്നു. വർഷങ്ങളായി അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കുന്നു. നിങ്ങൾക്ക് തോന്നിയിരുന്നു ഒരിക്കലും വിജയിക്കില്ലെന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതും മാറും. ആദ്യം, നിങ്ങളുടെ മാനസികാവസ്ഥ പൂർണ്ണമായും പോസിറ്റീവ് ആകും. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന നെഗറ്റീവ് ചിന്തകൾ പോകും. നിങ്ങൾക്ക് പുതിയ ഊർജം അനുഭവപ്പെടും. പുതിയ പ്രചോദനം കിട്ടും. രണ്ടാമതായി, നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല വാർത്തകൾ വരും. മൂന്നാമതായി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങും. പണം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരും. ഇനി നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ജോലിക്കാരനാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടും. നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനം കാണപ്പെടും. നിങ്ങൾക്ക് പ്രമോഷനുള്ള സാധ്യതയുണ്ട്. ശമ്പളവർദ്ധനയ്ക്കുള്ള സാധ്യതയുണ്ട്. പുതിയ സ്ഥലം മാറ്റം നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾ നീണ്ടനാളായി ആഗ്രഹിച്ച ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ പുതിയ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഓഫറുകൾ വരും. നിങ്ങൾ അപേക്ഷിച്ച കമ്പനികളിൽ നിന്ന് പോസിറ്റീവ് പ്രതികരണം വരും. ഇന്റർവ്യൂകളിൽ നിങ്ങൾക്ക് വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം സ്വർണകാലമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ കരാറുകൾ വന്നുചേരും. പുതിയ ക്ലയന്റുകൾ കിട്ടും. പണ്ട് നിങ്ങൾ കാത്തിരുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ അപ്രൂവ് ആകും. ബാങ്കുകളിൽ നിന്നുള്ള ലോണുകൾ എളുപ്പത്തിൽ ലഭിക്കും. നിങ്ങളുടെ പങ്കാളികൾ നിങ്ങളെ പിന്തുണക്കും. എതിരാളികൾ പിന്മാറും. വിപണിയിൽ നിങ്ങൾക്ക് നല്ല സ്ഥാനം ലഭിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കും. പുതിയ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള അവസരം വരും. സാമ്പത്തികമായി ഈ കാലഘട്ടം നിങ്ങൾക്ക് അതിശക്തമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വരും. പഴയ കടങ്ങൾ തിരിച്ചുകിട്ടും. നിങ്ങൾ കടം കൊടുത്തിട്ടുള്ളവർ പണം മടക്കിത്തരും. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഭം കിട്ടും. വീട് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ കഴിയും. സ്വർണം വാങ്ങാനുള്ള അവസരം വരും. നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. പ്രോപ്പർട്ടി വിറ്റാൽ നല്ല വില കിട്ടും. ചൂതാട്ടമോ ലോട്ടറിയോ അല്ല. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വരുന്ന സമ്പത്താണ്. നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് സമ്പാദിക്കുന്ന സമ്പത്താണ്. ഇപ്പോൾ 3 വലിയ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് വളരെ പ്രധാനമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യത്തെ സംഭവം, അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത സന്ദേശം കിട്ടും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇത് ഒരു ഫോൺ കോൾ ആകാം, ഒരു മെസ്സേജ് ആകാം, ഒരു ഇമെയിൽ ആകാം, ഒരു കത്ത് ആകാം. എന്നാൽ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല വാർത്ത ഉണ്ടായിരിക്കും. നിങ്ങൾ കാത്തിരുന്ന ഉത്തരം ഉണ്ടായിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ അപേക്ഷിച്ച വിസയുടെ അപ്രൂവൽ ആകാം. നിങ്ങൾ അപേക്ഷിച്ച ലോണിന്റെ സാങ്ഷൻ ആകാം. നിങ്ങൾ കാത്തിരുന്ന ഓർഡറിന്റെ സ്ഥിരീകരണം ആകാം. പക്ഷേ ഇത് നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കും.
നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ വരും. രണ്ടാമത്തെ സംഭവം. അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രധാന വ്യക്തിയെ കാണാൻ സാധിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ഈ വ്യക്തി നിങ്ങൾക്ക് വളരെ നല്ല വഴികാട്ടിയാകും. ഈ വ്യക്തി നിങ്ങളുടെ ഗുരുവായി മാറും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചുതരും. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കും. ഈ സന്ദർശനം യാദൃശ്ചികമായിരിക്കില്ല. ദൈവത്തിന്റെ ആസൂത്രണമായിരിക്കും. ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ആകാം. ഒരു സാമൂഹിക പരിപാടിയിൽ വെച്ച് ആകാം. ഒരു യാത്രയ്ക്കിടെ ആകാം. പക്ഷേ ഈ കണ്ടുമുട്ടൽ നിങ്ങളുടെ ഭാഗ്യം മാറ്റിമറിക്കും. മൂന്നാമത്തെ സംഭവം. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടിവരും. ഈ തീരുമാനം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ തീരുമാനിക്കണം. ജോലി മാറണോ എന്ന്, ബിസിനസ് ആരംഭിക്കണോ എന്ന്, വിദേശത്തേക്ക് പോകണോ എന്ന്, വിവാഹം കഴിക്കണോ എന്ന്, വീട് മാറണോ എന്ന്. ഈ ചോദ്യങ്ങളിൽ ഒന്നിന് ഉത്തരം കണ്ടെത്തേണ്ടിവരും. പക്ഷേ ഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളെ നയിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കും. ഈ തീരുമാനം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഭയപ്പെടേണ്ട. ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. ഇനി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാം. തുലാം രാശിക്കാർ പ്രണയത്തിൽ വളരെ റൊമാന്റിക്കാണ്. വളരെ വികാരഭരിതരാണ്. വളരെ വിശ്വസ്തരാണ്. എന്നാൽ നിങ്ങളുടെ പ്രണയജീവിതത്തിൽ ഇതുവരെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ പ്രണയം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ട്. സമൂഹത്തിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറും. സിംഗിൾ ആയവർക്ക് പുതിയ പ്രണയം വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മനോഹരനായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളെ മതിക്കും. നിങ്ങളെ ആദരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണക്കും. പ്രണയത്തിലായവർക്ക് ബന്ധം ശക്തമാകും. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും തമ്മിലുള്ള അകൽച്ച അവസാനിക്കും. പഴയ തെറ്റിദ്ധാരണകൾ മാറും. പണ്ട് നടന്ന വഴക്കുകൾ അവസാനിക്കും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടും. പരസ്പരം മനസ്സിലാക്കൽ വർദ്ധിക്കും. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കും. കുടുംബങ്ങൾ അംഗീകരിക്കും. നിങ്ങളുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കും. വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. പങ്കാളി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഗാലമാകും. പഴയ പരാതികൾ മാറും. പുതിയ പദ്ധതികൾ ആരംഭിക്കും. കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിറയും. മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തമാകും. കുട്ടികൾക്ക് നല്ല വാർത്തകൾ വരും. കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ കിട്ടും. കുടുംബാംഗങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കും. വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകും. സന്തോഷകരമായ പരിപാടികൾ നടക്കും. വീട്ടിൽ പുതിയ സാധനങ്ങൾ വരും. വീട്ടിന് അറ്റകുറ്റപ്പണികൾ നടക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങൾക്ക് പുതിയ ഊർജം കിട്ടും. നിങ്ങളുടെ ഉത്സാഹം വർദ്ധിക്കും. പഴയ അസുഖങ്ങൾ മാറും. വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ശരീരത്തിലെ വേദനകൾ കുറയും. മാനസികമായി സമാധാനം കിട്ടും. സമ്മർദ്ദം കുറയും. ഉറക്കം മെച്ചപ്പെടും. ഭക്ഷണരുചി വർദ്ധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമിതഭക്ഷണം ഒഴിവാക്കുക. എണ്ണമയമുള്ള ഭക്ഷണം കുറയ്ക്കുക. വേണ്ടത്ര വെള്ളം കുടിക്കുക. വ്യായാമം ചെയ്യുക. യോഗ പരിശീലിക്കുക. ധ്യാനം ചെയ്യുക. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ്. നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. നിങ്ങളുടെ ഓർമ്മശക്തി മെച്ചപ്പെടും. പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടും. അഡ്മിഷനുകൾക്ക് അപേക്ഷിച്ചാൽ ലഭിക്കും. സ്കോളർഷിപ്പുകൾ കിട്ടും. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. വിദേശത്ത് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം കിട്ടും. അധ്യാപകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും. പുതിയ കഴിവുകൾ പഠിക്കാൻ സാധിക്കും. വിദേശയാത്രയെക്കുറിച്ച് സംസാരിക്കാം. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിസ അപേക്ഷകൾ അംഗീകരിക്കപ്പെടും. ജോലിക്കായുള്ള വിദേശയാത്ര സാധിക്കും. പഠനത്തിനായുള്ള വിദേശയാത്ര സാധിക്കും. ബിസിനസ് സന്ദർശനങ്ങൾ സാധിക്കും. വിനോദയാത്രകൾ പോകാം. വിദേശത്തുള്ള ബന്ധുക്കളെ കാണാൻ പോകാം. പുതിയ സ്ഥലങ്ങൾ കാണാം. പുതിയ സംസ്കാരങ്ങൾ അറിയാം.
പുതിയ ആളുകളെ പരിചയപ്പെടാം. വിദേശത്ത് താമസിക്കാനുള്ള അവസരം വരാം. സ്ഥിരതാമസത്തിനുള്ള സാധ്യതയുണ്ട്. ആത്മീയ വളർച്ചയെക്കുറിച്ച് സംസാരിക്കാം. ഈ കാലഘട്ടം നിങ്ങളുടെ ആത്മീയതയ്ക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ദിവ്യാനുഭൂതി ലഭിക്കും. നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിക്കും. നിങ്ങൾക്ക് ദേവന്മാരുടെ കാരുണ്യം കിട്ടും. ക്ഷേത്രദർശനങ്ങൾ നടത്തുക. പ്രാർത്ഥനകൾ ചെയ്യുക. മന്ത്രങ്ങൾ ജപിക്കുക. ധ്യാനിക്കുക. സന്യാസിമാരെ കാണുക. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. ആത്മീയ പരിപാടികളിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകും. നിങ്ങളുടെ മനസ്സ് സമാധാനം കണ്ടെത്തും. നിങ്ങൾക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകും. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാകും. വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സുഗമമല്ല. ചില വെല്ലുവിളികൾ വരും. ചില തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇവ എല്ലാം താൽക്കാലികമാണ്. നിങ്ങൾക്ക് ഇവയെ തരണം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ശക്തി മതിയാകും. നിങ്ങളുടെ കഴിവ് മതിയാകും. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചേക്കാം. എന്നാൽ അവർ പരാജയപ്പെടും. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ സത്യം വെളിപ്പെടും. നിങ്ങളെക്കുറിച്ച് തെറ്റായി സംസാരിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ പേര് ശുദ്ധമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം. എന്നാൽ പരിഹാരം കാണും. ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. എന്നാൽ സുഖം കിട്ടും. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാം. എന്നാൽ ഐക്യം നിലനിൽക്കും. പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചില പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും ദേവിയെ പ്രാർത്ഥിക്കുക. ശുക്രഭഗവാൻ നിങ്ങളുടെ രാശിയുടെ അധിപതിയാണ്. അതുകൊണ്ട് ശുക്രനെ പ്രീതിപ്പെടുത്തുക. വെളുത്ത പൂക്കൾ അർപ്പിക്കുക. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക. അരിദാനം ചെയ്യുക. പാലുദാനം ചെയ്യുക. വെള്ളിദാനം ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. അനാഥരെ സഹായിക്കുക. വൃദ്ധരെ സേവിക്കുക. മൃഗങ്ങളെ സ്നേഹിക്കുക. സസ്യങ്ങൾ നട്ടുവളർത്തുക. പരിസ്ഥിതി സംരക്ഷിക്കുക. സത്യം പറയുക. നീതി പാലിക്കുക. സന്തുലിതത്വം പാലിക്കുക. മഹാലക്ഷ്മി സ്തോത്രം ചൊല്ലുക. മഹാലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുക. ശുക്രമന്ത്രം ജപിക്കുക. വെള്ളിയാഴ്ച വ്രതം നോൽക്കുക. തിരുവിളക്കുകൾ കൊളുത്തുക. അഗർബത്തി കത്തിക്കുക. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. ദേവിക്ക് പൂജകൾ ചെയ്യുക. നെയ്വിളക്ക് കത്തിക്കുക. ചന്ദനം അർപ്പിക്കുക. കുങ്കുമം അർപ്പിക്കുക. തുളസി നട്ട് പരിപാലിക്കുക. നിത്യം പ്രാർത്ഥിക്കുക. മനസ്സിനെ ശുദ്ധമാക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. പോസിറ്റീവ് ആയിരിക്കുക. നിങ്ങൾക്ക് ധരിക്കാവുന്ന രത്നങ്ങളെക്കുറിച്ച് പറയാം. വെള്ളി ധരിക്കുക. വെള്ളിയിൽ ഡയമണ്ട് ധരിക്കാം. വെളുത്ത തുലാം ധരിക്കാം. പേരിൽ ധരിക്കാം. തലയോട്ടിൽ ധരിക്കരുത്. ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ധരിക്കുക. ഒരു ജ്യോതിഷിയുടെ അഭിപ്രായം വാങ്ങിയ ശേഷം ധരിക്കുക. നല്ല ഗുണമേന്മയുള്ളത് ധരിക്കുക. അനുയോജ്യമായ ഭാരമുള്ളത് ധരിക്കുക. ശരിയായ രീതിയിൽ ധരിക്കുക. നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ 6, 15, 24, 33, 42, 51, 60. ഈ സംഖ്യകൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ സംഖ്യകളുള്ള ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുക. ഈ സംഖ്യകളുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ വെള്ള, ഇളം പിങ്ക്, ഇളം നീല, പച്ച. ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈ നിറങ്ങളുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാഗ്യദിവസങ്ങൾ വെള്ളി, ശനി. ഈ ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങൾ ചെയ്യുക. തുലാം രാശിക്കാരെ, നിങ്ങൾ വളരെ പ്രത്യേകമാണ്. നിങ്ങൾക്ക് അതുല്യമായ കഴിവുകളുണ്ട്. നിങ്ങൾക്ക് മനോഹരമായ മനസ്സുണ്ട്. നിങ്ങൾക്ക് സുന്ദരമായ ആത്മാവുണ്ട്. ദേവന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്കായി ആസൂത്രണം ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗ്യം ഇപ്പോൾ ഉദിക്കുകയാണ്. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ വിജയം ഉറപ്പാണ്. നിങ്ങളുടെ സന്തോഷം ഉറപ്പാണ്. നിങ്ങളുടെ സമൃദ്ധി ഉറപ്പാണ്. പണ്ട് നിങ്ങൾ പല പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. പല കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പല നിരാശകൾ സഹിച്ചു. പല തോൽവികൾ ഏറ്റുവാങ്ങി. പല വേദനകൾ അനുഭവിച്ചു. പക്ഷേ ആ കാലമെല്ലാം പോയി. ഇപ്പോൾ നിങ്ങളുടെ സുവർണകാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യകാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ വിജയകാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ സന്തോഷകാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ സമൃദ്ധികാലം ആരംഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കുക. സ്വയം വിശ്വസിക്കുക. ദൈവത്തെ വിശ്വസിക്കുക. ഗ്രഹങ്ങളെ വിശ്വസിക്കുക.
നിങ്ങളുടെ ഭാഗ്യത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രയത്നത്തെ വിശ്വസിക്കുക. വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുക. സ്നേഹത്തോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ കണ്ണുകളിൽ സ്വപ്നങ്ങൾ ഉണ്ട്. ആ സ്വപ്നങ്ങൾ സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. നിങ്ങളുടെ മനസ്സിൽ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പാക്കപ്പെടും. നിങ്ങളുടെ ആത്മാവിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിക്കും. എന്റെ പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, ഞാൻ നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങൾ നൽകുന്നു. ദേവന്മാർ നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അനുകൂലമായിരിക്കട്ടെ. ഭാഗ്യം നിങ്ങളെ എപ്പോഴും അനുഗമിക്കട്ടെ. സന്തോഷം നിങ്ങളെ എപ്പോഴും ചുറ്റിപ്പറ്റിയിരിക്കട്ടെ. സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ വസിക്കട്ടെ. ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കട്ടെ. സമാധാനം നിങ്ങളുടെ മനസ്സിൽ വസിക്കട്ടെ. സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. വിജയം നിങ്ങളുടെ കാലടികളിൽ വീഴട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ. നിങ്ങളുടെ ഭാവി തിളക്കമുള്ളതാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. കൂടുതൽ ഭാഗ്യങ്ങൾ പറഞ്ഞുതരാം. കൂടുതൽ പ്രവചനങ്ങൾ പറഞ്ഞുതരാം. അടുത്ത മാസത്തിലേക്കുള്ള പ്രവചനങ്ങൾ വരുന്നു. പുതിയ ഗ്രഹസഞ്ചാരങ്ങളെക്കുറിച്ച് പറയുന്നു. പുതിയ അവസരങ്ങളെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നു. കാത്തിരിക്കൂ. വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ അനുഗ്രഹങ്ങൾ. നന്ദി.